നിനക്കറിയില്ലേ, ഞാൻ പറഞ്ഞില്ല ചേട്ടൻ പേടി മാത്രമാന്ന്. ഇതിനൊക്കെ അനുശേഷം പറഞ്ഞാ മതി. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പാവത്തിന് പേടിപ്പിക്കാൻ. ഞാൻ പാവമൊന്നുമല്ല. ജയച്ചേട്ടാ, ഇനിയിപ്പോ അങ്ങനെയാണെ തന്നെ എന്ത് പ്രശ്നം ജയച്ചേട്ടാ? എന്നാലും എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു ബിരുദനായി പോയില്ലേ മോനെ. ഇതിലെവിടെ ചേട്ടാ വിരുദ്ധത? ഭൂമിയിലെ 90% ജീവികളിലും ഈ ഹോമോസെക്ഷുവാലിറ്റി പ്രകടമാണ്, അറിയോ? No, you are lying. No, I'm not ചേട്ടാ, സത്യമായിട്ടും. Really? ഈ ഭൂമിയിൽ ആണായിട്ടാണോ പെണ്ണായിട്ടാണോ ജനിക്കുന്നതെന്നുള്ളത് തന്നെ ഈ പറയുന്ന പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടാണല്ലോ. ഉദാഹരണത്തിന് ചേട്ടന് മീൻകറിയാ ഇഷ്ടം, എനിക്ക് പച്ചക്കറി. ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഇങ്ങ് നോക്ക്. അപ്പോ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ താത്രിക്കുട്ടിയുടെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? ഇറ്റ്സ് ഓൾ അബൌട്ട് ടേസ്റ്റ്. ആ പൂതനന്റെ കാര്യം ഇവിടെ പറയല്ലേ മരുന്നേ. എനിക്കുണ്ടാവുന്ന കുട്ടികളെ പേര് വരെ ഞാൻ കണ്ടുവച്ചതാ മരുന്നേ. ഓൾറെഡി എന്റെ കാര്യത്തിൽ എനിക്ക് കുറെ ഡൗട്ട് ഉണ്ട്. ഇനി എനിക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുക? എന്റെ പൊന്നു ജയശേട്ടാ, അതിനല്ലേ വാടക ഗർഭ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളേ. അപ്പൊ പാൽ ആര് കൊടുക്കും? പൊന്നു ജയശേട്ടാ, കേരളത്തിൽ എന്തോരം പശുക്കളുണ്ടായാലും ഒന്നിനെ പിടിച്ച് കറക്കിയാ പോരെ? അതൊന്നും ശരിയാവില്ലടാ. ശരിയാവും. ഒന്നും ശരിയാവില്ല. ഒരു അമ്മേന്റെ പാല് കിട്ടാണ്ട് എന്റെ മക്കള് വളരൂല്ലേ മരുന്നേ. അത് മാത്രല്ല, ഈ ക്രോസ് ബ്രീഡ് ചെയ്ത പശുവിന്റെ പാലിനൊക്കെ ഏടിയാ മരുന്നേ മിനറൽസ്. ഏടിയാണോ മിനറൽസ്? പശുപാല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആട്ടുപാല് കൊടുക്കണം. ചേട്ടാ അതെല്ലാം വിട്, എന്നിട്ട് ഈ തുറന്നടിക്കും. ചുമ്മാ ചില്ലാവട്ടെ തന്നെ. அம்மா நீங்களா? வாங்க உள்ள வாங்க. നീ ഏതാ കുട്ടി? നിങ്ങളാരാ? ജയശേടെ തെളിഞ്ഞു കാണുന്നത് അർദ്ധനാരീശ്വരനായ ഉമാമഹേശ്വരന്മാരെയാണ്. ഉമാമഹേശ്വരന്മാർ. ടീച്ചർ തളരരുത്. ഇതൊരു സ്വർഗാനുരാഗിയുടെ ജാതകമാണ്. ഞാനിനി എന്നല്ല കാണേണ്ടി വരും എന്റെ മാമ്പർത്തമ്മേ. ഹലോ എടാ ജയേഷേ, ഞാൻ രാഹുൽ ഗാന്ധിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരെ മിന്നെപ്പറ്റി എന്തെന്നല്ലാടാ ഈ കേൾക്കുന്നത്? എന്തെന്ന്? നീ കുട്ടനല്ലേ? ഏത് നായിയാടാ എന്നോട് പറഞ്ഞേ? അല്ല മോനെ, ഞാൻ അത്ര പ്രാവശ്യം വെള്ളടിച്ച് ഓഫായിട്ട് എന്റെ മടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്നേരം ഏതെങ്കിലും രീതിയിൽ നീ എന്നെ മുതലാക്കിനേടാ? കുയി കിടക്കുന്ന നിന്റെ അച്ചാച്ചനാടാ ഞാൻ മുതലാക്കിയ. ജയേഷ്, താൻ ഓക്കെ അല്ലേ? ഇതെന്ത് പറ്റി? ഒന്നുമില്ല. താൻ എൻ്റെ ഒപ്പം വാ, ഒരു കാര്യം പറയണം. വാ ജയേഷേ, വാ. നിങ്ങൾ എന്നെ ഒരു സുഹൃത്തായിട്ട് കാണും. അങ്ങനെ എനിക്ക് കാണാൻ കഴിയില്ല ജയേഷ്. താൻ എൻ്റെ അനിയനാ. താൻ ഈ ഡൈനസോറിന്റെ പുറകെ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, അതൊന്ന് നിർത്ത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. പല്ലവി എൻ്റെ സുഹൃത്താ. ഷീ മേക്സ് ബ്യൂട്ടിഫുൾ മാച്ചസ്. അവർ ഈ ജാതകപ്പൊരുത്തത്തേക്കാൾ മനപ്പൊരുത്തത്തിൽ വിശ്വസിക്കുന്ന ആളാ. താൻ അവളെ ഒന്ന് വിളിക്ക്. നിങ്ങൾ ഏട്ടന്റെ ഷെഡിയെല്ലാം എടുത്ത് കാണിച്ചാട്ടെ. ആന്തിരാടാ എനിക്ക് ഷഡിയല്ലോ. നിങ്ങൾ കാണിക്കപ്പാ. മൂത്തമ്മ, നിങ്ങൾ അതിനകത്ത് പിങ്ക് കളറുള്ള ഷഡ്ഡി ഉണ്ടോ നോക്കിയാ? ഇല്ല മോനെ. എന്നാ പൂക്കളുള്ളതുണ്ടോ നോക്കി? ഇല്ലടാ, ഈല് നീലയും പച്ചയും ചോപ്പല്ലേ ഉള്ളൂ. ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മൂത്തച്ച, നിങ്ങൾ ആ വീഡിയോ കോൾ ഓഫ് ആക്കി നോർമൽ കോൾ ആക്കിയാട്ടെ.
എന്താടാ? ഇല്ലടാ, ഷേവിങ് ക്രീമുണ്ട്, പിന്നെ ഫേസ് ക്രീമുണ്ട്. ഇല്ലടാ കട്ടു, നീ പറയുന്ന സാധനം ഒന്നും ഇവിടെ ഇല്ലാന്ന്. ഇനി നീ എന്നെ വീഡിയോ കോൾ വരെ നോക്ക്. എന്നാ ഓൻ പറയുന്നേ? ഞമ്മക്കൊന്നും അറിയാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇനി ഓൻ തന്നെ നോക്കട്ടെ. നീ എന്നാടാ ഞാളെ കൊണ്ട് കളിപ്പിക്കുന്നത്? മുറി കയറി കളിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ എന്റെ ഷട്ടി? ഇന്നലെ ട്രെയിനിൽ വന്നുകൊണ്ട് അമ്മക്ക് ഭയങ്കര തലവേദനയും എനിക്ക് നടുവേദനയും. ലേശം പിണ്ണതായാലുണ്ട് അവനെ. പിണ്ണാക്കുണ്ട്, എന്താ വേണ? ഓഹോ, ഓ ഇന്ത്യയെല്ലാം പുറകിൽ ഇഞ്ഞേനു അല്ലേ കുരിപ്പേ? ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ പെരാതാക്കിക്കൊണ്ടിരിക്കാ. എടാ നരകനായേ, നീ ഞാനവിടെ വരുന്ന ദിവസം ഉണ്ടല്ലോ, ഇന്റെ അന്ത്യ ആയിരിക്കും. ഇന്റെ അന്ത്യം ഉണ്ടല്ലോ, അത് മരണമായിരിക്കും. മനസ്സിലാടാ? പഴശ്ശിന്റെ പടക്കുറുപ്പന്മാരായിരുന്നു ഞാളെ കുടുംബം. അങ്ങനെയുള്ള തറവാട്ടില് ഇങ്ങനെ ഒരുത്തനുണ്ടാവുക മോളെ? അല്ല മോളെ, നീ ഈ കുട്ടി ട്രൗസർ ഇട്ടിട്ട് ആ വട്ടത്തിന് തിരിഞ്ഞു കളിച്ചിട്ടു ഓനിന്നെ കൊളുത്താനൊന്നും വന്നിട്ടില്ലേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? ഇല്ലമ്മ, ജയശേട്ടൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ. അയ്യോ, ഓരങ്ങനെയുള്ള ആളല്ല അല്ലേ? ജയേഷേ, ഈ ലോകത്ത് നിന്നല്ലാ നടക്കുന്നുടോ. 1000 കോടി വർഷം കൊണ്ട് സൂര്യൻ വെള്ളക്കുള്ളനാവുന്നു. വർഷാവർഷം കടൽ കരയിലേക്ക് കയറുന്നു. ആണും പെണ്ണും കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് താമസിക്കുന്നു. ആണും കല്യാണം കഴിക്കുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകക്രമത്തെക്കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം? കുറെ നേരമായാലുള്ള കള്ളും കുടിച്ചിട്ട് വളബളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ മിണ്ട്, ഞാൻ ചോദിക്കാം അവനോട്. എടാ ജയെ, നീയുള്ള സത്യം പറഞ്ഞോ. എനിക്ക് ആരോടാ താല്പര്യം? ആണുങ്ങളോടാ അതാ പെണ്ണുങ്ങളോടാ? രണ്ടെണ്ണവും കൂടെ കുറ്റിമറിച്ചിറങ്ങിയിരിക്കാം മോൻ അറിയാൻ. ഈ കാലത്തെ തന്തരം തളയിൽ എനിക്ക് എന്തിനാ തന്നെ എന്റെ മുത്തപ്പ? ഹായ് ജയേഷ്. എന്റെ അമ്മേ, ടെറസിലും മാനം പോയി. അതാ വരുന്ന. Beautiful evening, no? Marvelous, wonderful. गर्मी से बचने के लिए it helps. तेरे मम्मी पापा आए हुए हैं ना? मेरिन ने मिलवाया मुझे उनसे. अच्छे नाम है. They are the reason I am here. क्या हुआ? कुछ झगड़ा हो गया है क्या? अरे क्या हुआ? എന്ത് हुआ? They think I am gay. What? एक शादी नहीं हुआ तो they think you're gay? अरे I mean इसमें कोई बड़ी बात नहीं है. It's okay. All these things are normal nowadays. Jayesh, do you have any doubts? Merin told me that you never had a girlfriend. Is it true? You never kissed a girl before? I get so lonely.
അപ്പുറത്തെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല അവനെ. താങ്ക് യു മോനെ, താങ്ക് യു. സ്വീറ്റ് ഡ്രീംസ് മോനെ. ഹേമേ, എന്നാ മാഷേ? എന്നാ നമ്മുടെ മോൻ സ്ട്രൈറ്റ് ആണ്, സ്ട്രൈറ്റ്. Straight ആ? നല്ല കാസർഗോഡ് കവുങ്ങ് പോലെ സ്ട്രൈറ്റ്. ശരിക്കും? സത്യം. ശരിക്കും ശരിക്കും ശരിക്കും. അപ്പൊ നീ കൂട്ടരല്ല കുറുക്കനല്ലേ? ഞങ്ങള് കണ്ടോ ടെറസിൽ വെച്ച് നീ ഹിന്ദിക്കാരെ കിസറിക്കുന്നത് ഞങ്ങള് കണ്ട്. അച്ഛനും അമ്മയും ഫ്ലാറ്റിലുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടായത് രണ്ടെണ്ണം അടിക്കാൻ. അനീഷേട്ടാ, ഒന്നല്ല 2 കിസ്. അതില് രണ്ടാമത്തെ ഫ്രഞ്ച് ലിപ്പ് ലോക്ക്. ഒന്ന് പോവേ. അതെ, ആ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും തുടച്ചോളാം. സന്തോഷിക്കാനായിട്ടില്ല. ഓളൊരു ഹിന്ദിക്കാരിയല്ലേ? നാളെ നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ എന്റെ കുട്ടീന്റെ മാതൃഭാഷ ഹിന്ദി ആവൂലേ? ഈ ഹിന്ദി പറയുന്ന പിള്ളേരെയും കൂട്ടിട്ട് ഞാനെങ്ങനെ എന്റെ തറവാട്ടിലും അമ്പലത്തിൽ കയറുക? ഒരു കിസ് കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഈ രാജധാനി പോകുന്ന പോലെ ഇതെങ്ങോട്ടാ? ഇതെല്ലാം നോക്കണ്ടേ? നോക്കണ്ടേ എങ്ങനെ കല്യാണം കഴിക്കുക? എന്റെ പൊന്നു മോനെ, നീ ഓളുമായിട്ട് കല്യാണം ആലോചിക്കുന്ന ഒരു ബോളോട് ചോദിച്ചു അന്വേഷിച്ചാണോന്ന്? ഇഷ്ടമല്ലാണ്ട് ഓൾ എന്നെ പിടിച്ച് ഉമ്മ വെച്ച്. അതൊരു ഇഷ്ടത്തിന്റെ പൊക്കത്തോ അല്ലെങ്കിൽ ഒരു ചിന്തയുടെ പൊക്കത്തോ സംഭവിച്ചതായിരിക്കണമെന്നില്ല. അതൊരു മൊമെന്റിൽ സംഭവിച്ചു പോയതായിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഓള് കൊള്ളാലോ. കണ്ണ് കണ്ട ചക്കന്മാരെ എല്ലാം പിടിച്ച് ഉമ്മ വെക്കുക, എന്നിട്ട് മൊമെന്റിന്റെ സിമെന്റിന്റെ എന്നെല്ലാം പറയാ. ചേട്ടന് വേണമെങ്കിൽ ഞാൻ പായലിനോട് പോയി ചോദിക്കാം, ഇതൊരു ഇഷ്ടത്തിന്റെ പൊക്കത്ത് ചെയ്തതാണോ? ഒരു ചോദ്യം പറച്ചിലും വേണ്ട. ശരിയാവില്ല മരണേ, ശരിയാവില്ല. ഓളുമായിട്ട് ഒരു പരിപാടി ശരിയാവില്ല.